നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു 3 മാസം മാത്രം ശേഷിക്കും രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വമ്പൻ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ 10 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടം അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റായിരുന്നു ധനമന്ത്രി അവതരിപ്പിച്ചത്. 58 മിനിറ്റ് മാത്രമായിരുന്നു പ്രസംഗത്തിന്റെ ദൈർഘ്യം. നിർമ്മലയുടെ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതും ഇത് തന്നെ. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമായിരുന്നു ഇത്. 2019 തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിനായി 2 മണിക്കൂറും 20 മിനിറ്റുമായിരുന്നു നിർമ്മല എടുത്തത്. ഇത് കഴിഞ്ഞ 2020 2 മണിക്കൂറും 42 മിനിറ്റുമായിരുന്നു ബജറ്റ് അവതരണം. ദീർഘമായി അവർ ബജറ്റ് അവതരിപ്പിച്ചത് 2020 2019 ഇത് 2 മണിക്കൂറും 20 മിനിറ്റുമായിരുന്നു. മുഴുവൻ സമയവും ധനമന്ത്രിയായ ഒരു വനിത അവതരിപ്പിക്കുന്ന ആദ്യ കേന്ദ്ര ബജറ്റ് എന്ന പ്രത്യേകതയും ഈ ബജറ്റിന് അന്നുണ്ടായിരുന്നു. 2021 1 മണിക്കൂർ 40 മിനിറ്റും 2022 1 മണിക്കൂർ 31 മിനിറ്റുമാണ് നിർമ്മലയുടെ ബജറ്റ് അവതരണം നീണ്ടത്. കഴിഞ്ഞ വർഷം ഇത് 1 മണിക്കൂർ 27 മിനിറ്റ് ആയിരുന്നു. ആ ബജറ്റിലെ 87 മിനിറ്റ് ആയിരുന്നു നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത്. ഉപയോഗിച്ച വാക്കുകളുടെ എണ്ണം പരിഗണിച്ചാൽ ഏറ്റവും വലിയ ബജറ്റ് പ്രസംഗം 1991 മൻമോഹൻ സിംഗിന്റേതായിരുന്നു. 1850 വാക്കുകളായിരുന്നു അന്ന് അദ്ദേഹം ഉപയോഗിച്ചത്. അരുൺ ജെയ്റ്റ്ലി 2018 അവതരിപ്പിച്ച ബജറ്റാണ് പട്ടികയിൽ രണ്ടാമത്തത്. 1977 ഹീരുഭായ് മുൽജിത് ഭായ് പട്ടേൽ നടത്തിയ അവതരണമാണ് വാക്കുകളുടെ എണ്ണത്തിൽ ഏറ്റവും ചെറുത്, വെറും 800 വാക്കുകൾ മാത്രം. ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന റെക്കോർഡ് നിലവിൽ മൊറാർജി ദേശായിയുടെ പേരിലാണ്. 1962 മുതൽ 1969 വരെ ധനമന്ത്രിയായിരുന്ന അദ്ദേഹം 10 ബജറ്റുകളായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ചിദംബരം 9, പ്രണവ് മുഖർജി, യശ്വന്ത് സിൻഹ എന്നിവർ 8, മൻമോഹൻ സിംഗ് 6 എന്നിങ്ങനെയാണ് തൊട്ട് പിന്നിലുള്ളവരുടെ കണക്ക്. ഇപ്പോൾ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് മോദി സർക്കാരിന്റെ സാമ്പത്തിക പ്രകടന പത്രികയായിട്ടാണ് കാണുന്നത്. നടപ്പ് വർഷത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5.8% കുറഞ്ഞിരിക്കുന്നതിനെ തുടർന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി 5.1% കുറയ്ക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 1 ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധന ഏകീകരണത്തിനുള്ള കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത സീതാരാമൻ ഊന്നി പറഞ്ഞു. GDP-യുടെ 5.1% എന്ന ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കുന്നതിനും മൂലധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ക്ഷേമ നയങ്ങൾ നടപ്പിലാക്കുന്നതിനും ഇത് സഹായകമാകും. അതേസമയം കേന്ദ്ര ബജറ്റിനെ വിമർശിച്ച് കോൺഗ്രസ് MP ശശി തരൂർ രംഗത്തെത്തി. ബജറ്റിൽ നിർമ്മല സീതാരാമന്റേത് അവ്യക്തമായ ഭാഷയാണെന്നും കൃത്യമായ കണക്കുകൾ ഇല്ല എന്നും ശശി തരൂർ വിമർശിച്ചിരുന്നു. ഈ ബജറ്റ് പ്രസംഗം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹ്രസ്വവുമായിരുന്നു. കാര്യമായ വിവരങ്ങൾ ഇല്ലാതെയാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് എന്നും തരൂർ പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ പ്രസംഗമായിരുന്നു ഇത്. കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. കൃത്യമായ കണക്കുകൾ ഒന്നും ഉൾപ്പെടുത്താതെയുള്ള പ്രതീക്ഷ, ആത്മവിശ്വാസം എന്നിങ്ങനെ ചില വാക്കുകൾ മാത്രമാണ് ബജറ്റിൽ പറയുന്നത്. വ്യക്തമായ കണക്കുകൾ ഇല്ലാത്തത് ബജറ്റിനെ നിരാശമാക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും തരൂർ ഊന്നി പറഞ്ഞു. ബജറ്റിൽ 18 ലക്ഷം കോടിയുടെ കമ്മി സർക്കാരിന്റെ കടമെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് MP മനീഷ് തിവാരി അഭിപ്രായപ്പെട്ടു. വരും വർഷങ്ങളിൽ സർക്കാരിന്റെ ധനക്കമ്മി വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പുറത്തുവന്ന ബജറ്റിൽ മറ്റൊരു ആരോപണം നിലനിൽക്കുന്നത് ദക്ഷിണേന്ത്യയെ പൂർണ്ണമായും ബജറ്റിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളതാണ്. കുറച്ചു കാലങ്ങളായി കേന്ദ്രത്തിൽ നിന്നും ദക്ഷിണേന്ത്യ, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വളരെ വലിയ അവഗണനയാണ് കേന്ദ്രം തൊടുത്തുവിടുന്നത്. ബജറ്റിലും അവരുടെ ആ അവഗണന അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്.